എൻ്റെ മാമ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ ദേ മാമാടെ കൂടെ ബാഗും പാക്ക് ചെയ്ത് ചാടിയിട്ടുണ്ട് മാമാടെ വീട്ടിൽ പോവാൻ. അവിടെയാണെങ്കിൽ വേറെ പരിപാടികളൊന്നുമില്ല, പക്ഷേ നല്ല രസമാണ്. അപ്പോൾ മാമാടെ കല്യാണത്തിൻ്റെ തന്നെ ലെറ്ററൊക്കെ പാക്ക് ചെയ്ത് റിബണൊക്കെ കെട്ടി സെറ്റ് ചെയ്ത്. ഇതാണ് ഹെൻസു. ഹെൻസുവിൻ്റെ കയ്യിൽ കളിച്ചും ചിരിച്ചിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. കുരുത്തക്കേടിൻ്റെ മോഡെന്ന് വേണേൽ പറയാം, പക്ഷെ നല്ല രസമാണ് കേട്ടോ. അതിനുശേഷം രാത്രിയായപ്പോൾ ഞാനും മാമായും കൂടി മറ്റേ കാക്കനാട് കാട്ടാള പുസ്തകമേള എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കാണാനായിട്ട് പോയി. അവിടെയാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളി വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ കാണാനായിട്ട് പോയി. പക്ഷേ ഞാൻ ഇത് പുസ്തകമേളയ്ക്കൊക്കെ ഇത്രയും വൈബ് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അതുവഴി നടന്ന് അങ്ങോട്ട് കയറിപ്പോയി. അവിടെയാണെങ്കിൽ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ മാമ വായി നോക്കത്തേയില്ല, ഇത് കണ്ടാലും പറയൂലേ വായി നോക്കാറില്ലെന്ന്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നായിരുന്നു കേട്ടോ. ചെളി കാരണം അതുവഴി നടക്കാനും വയ്യ, മഴ പെയ്ത് ആകെ പായസം മാതിരി കിടക്കുകയായിരുന്നു. പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ, അവർ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. അതിൽ ഈ മുഗൾ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചത് NCERTയിൽ നിന്ന് ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയല്ലേ. പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം കുടിച്ചായിരുന്നു കേട്ടോ. ഐസ്ക്രീമൊക്കെ കുടിക്കാനായിട്ട് വലിയ ടൈമൊന്നും എടുത്ത് നമ്മൾ ഒത്തിരി നേരമൊന്നും അവിടെ നിന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഐസ്ക്രീമും മേടിച്ച് കുടിച്ച് അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെയാണ് ഞാൻ ഒരു സംഭവം ശ്രദ്ധിച്ചത് കേട്ടോ. നമ്മുടെ ഐസ്ക്രീമിൽ നിന്ന് പുക വരുന്നു, നിങ്ങൾ കണ്ടോ ഗൈസ് പുക? ഇതൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ദോശയും ചമ്മന്തിയും കഴിച്ച്. പിന്നെ ബുദ്ധിജീവികളുടെ കളി, എനിക്ക് ലേശം ബുദ്ധി കൂടുതലായതുകൊണ്ട് ഞാൻ ആദ്യമേ തോറ്റു. പിന്നെ മൂത്ത മാമ കയറിയിരുന്ന് കളിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.